ഫ്രണ്ട്സ്, ഇനി കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ബുള്ളറ്റാണ് വന്നേക്കുന്നത്. പഴയ മോഡൽ 1999 മോഡൽ ബുള്ളറ്റ് നമ്മൾ ഫുൾ റീസ്റ്റോർ ചെയ്ത വർക്കാണ്. ചെയ്തൊക്കെ വർക്ക് പറയുമ്പോൾ നമ്മൾ ഫുൾ പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നട്ട് ബോൾട്ടും കാര്യങ്ങളെല്ലാം പ്ലേറ്റിങ്, എഞ്ചിൻ ബഫിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുൾ നമ്മൾ അയച്ച് പീസാക്കി സെറ്റാണ്. എഞ്ചിൻ വർക്ക് ഇല്ലാതെ നമ്മൾ ചെയ്തേക്കുന്നത്. എഞ്ചിൻ വർക്കില്ല, ബാക്കി വേണ്ട വണ്ടി ഫുൾ വർക്ക് ഡിസ്പ്ലേക്ക് ഉൾപ്പെടെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി അതുപോലെ നേരത്തെ ഡിസ്പ്ലേയാണ് ഫുള്ള് നമ്മൾ സ്പോക്കുകളെല്ലാം മാറി റിമ്മെല്ലാം ഫുള്ള് പ്ലേറ്റ് ചെയ്തതാണ്. ക്രാഷ് കാർഡ് കാര്യങ്ങളെല്ലാം. സീറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോയിങ് ഫീൽഡിൻ്റെ ഒറിജിനൽ സീറ്റിൻ്റെ കവർ എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് സീറ്റ് കുറച്ച് കംഫർട്ടബിളായിട്ട് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തെടുത്തതാണ് നമ്മൾ. പിന്നെ അതുപോലെ ബാക്കിലൊരു സപ്പോർട്ടായാലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടി മാക്സിമം എറണാകുളം വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ മോഡലിൻ്റെ ആ ഒരു എംബിൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂവിന് പരിപാടി മാറ്റി ഫുള്ള് സ്റ്റിക്കറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ലൈനിങ് ആയാലും എല്ലാം സ്റ്റിക്കറിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഫുള്ള് നമ്മുടെ ഇലക്ട്രയുടെ മോഡലാണ് വണ്ടി നമ്മൾ ചെയ്തത്. കാരണം ഫ്രണ്ട് ഡിസ്പ്ലേക്ക് എല്ലാം ഇലക്ട്രയുടെ സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കി മൺകടയെല്ലാം ആയാലും നമ്മൾ ഇൻഡിക്കേറ്റർ അതൊന്നും കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. പുതിയ മോഡൽ നമ്മുടെ സ്റ്റാൻഡേർഡിന് വരുന്ന ബ്ലാക്ക് എഡിഷനുള്ള. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻഫീൽഡ് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അത് നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ബഡ്ജറ്റിൽ നമുക്ക് ഈ ലുക്കിലേക്ക് വണ്ടി മാറ്റി തരാൻ പറ്റില്ല. എനിക്ക് അത് 100% എൻ്റെ ഉറപ്പാണ്. കാരണം നമ്മൾ പെയിൻറ്റിങ് ആയാലും എല്ലാം നമ്മൾ വെളിയിൽ പോകുന്നില്ല, അത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്തത് പെയിൻറ്റിങ് ആയാലും. അപ്പോൾ ഈ സൈലൻസ് നമുക്ക് ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. വണ്ടി പഴയ വണ്ടിയാണ്, പഴയ സ്റ്റോക്ക് വന്ന സൈലൻസ് തന്നെയാണ്. സൗണ്ട് കേൾക്കാൻ ഒരു രക്ഷയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ വീഡിയോസൊക്കെ കണ്ട് കാണും ഈ ബുള്ളറ്റിൻ്റെയൊക്കെ. ഈ ബുള്ളറ്റിന് ടാങ്ക് കുറച്ച് ഡെൻറ്റിങ് ഉണ്ട്. അതിന് കുറേ പെയിൻ്റ് എല്ലാം ഫെയ്ഡായിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ അവസ്ഥ. എഞ്ചിനകത്തെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്. അത് നമ്മുടെ എൻജിൻ കവറൊക്കെ നല്ല ഡല്ലായിട്ടുണ്ട്. ഫുൾ തുരും പിടിച്ചിട്ടുണ്ട്. നമ്മൾ കമ്പി എല്ലാം മാറി റിമെല്ലാം പ്ലേറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാറുണ്ട്. ക്രാഷ് കാർഡ് അതുകൊണ്ട് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം എല്ലാം നമ്മൾ സെറ്റാക്കുന്നുണ്ട്. ഇതാണ് നിലവിലെ വണ്ടി കണ്ടീഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇങ്ങനൊരു ബുള്ളറ്റിൻ്റെ ആയാലും ടൂ വീലർ ഏത് വണ്ടി ആയാലും നമുക്ക് ഫുൾ പെയിൻറ്റിങ് റീസ്റ്റോറേഷൻ വർക്കിന് താല്പര്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിലെ പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പ് സ്ഥിതി ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. മനു വർക്ക്ഷോപ്പ് കൊടുത്താലും കിട്ടും. M2 കാര്യം പറഞ്ഞാലും നമുക്ക് ഗൂഗിൾ റേറ്റിംഗ് ഉള്ള വർക്ക്ഷോപ്പാണ്. എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ ഫസ്റ്റ് റേറ്റിംഗ് ഉള്ള നമ്മുടെ ഷോപ്പിലാണ് കിട്ടിയത് ഗൂഗിൾ റേറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. കൂടുതൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് മാക്സിമം. അപ്പോൾ നിങ്ങൾ എത്ര ബഡ്ജറ്റുണ്ട് ആ ബഡ്ജറ്റ് പറയാം. ആ ബഡ്ജറ്റിനുള്ള വണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരാൻ പറ്റും. അതാണ് നമ്മുടെ ഉറപ്പ്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സുകളെ. കാരണം ബുള്ളറ്റൊക്കെ ഉള്ളവരുണ്ടായിരിക്കും ഫണ്ട് കാണത്തില്ല. അപ്പോൾ ഓരോരുത്തരും പല റേറ്റുകളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോ റേറ്റുള്ളത് ആ റേറ്റ് നമ്മുടെ അടുത്ത് പറയാം. നമ്മൾ ആ റേറ്റിൽ പറ്റുന്ന രീതി മാക്സിമം നമ്മൾ ആ വണ്ടി ചെയ്തു തരാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു ഗീവ് വേ ആയാലും പറയുന്നുണ്ടായിരുന്നു. ആ ഗീവ് വേ ആയാലും അതിന് അർഹതപ്പെട്ട ആൾ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് കുറവാണ്, സബ്സ്ക്രൈബേഴ്സും കുറവാണ് തന്നെ ഇത് ഗീവ് വേ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു ബുള്ളറ്റ് ആയിരിക്കാം, ഒരു വേറെ ഏത് വണ്ടി ആയാലും നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്.
അതാണ് നമ്മുടെ ഗീവയുടെ മെയിൻ കാര്യം. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്തേക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. കൂടെ നിങ്ങൾ വാട്സപ്പിൽ ഡെയിലി മെസ്സേജ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പം ബൈ.